ഇഷ്ടമുള്ള വിഷയമാണ് കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. അതിന് അന്തരിച്ചുപോയ ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ രണ്ടുപേർ സഹോദരിമാർ അവരുടെ പെരുമാറ്റങ്ങളെ ഒരാൾ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളായിട്ടും മറ്റേയാൾ ലൗകിക കാര്യങ്ങൾ ബന്ധശ്രദ്ധയായിരിക്കുന്നതുമായി എന്നാണ് നമ്മൾ സാധാരണ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യാഖ്യാനം. ഞാനത് അല്പം പാഠഭേദത്തോടുകൂടെയാണ് അത് ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ സഹോദരിമാരിൽ ഒരാൾ സൈലൻസിനെ സ്നേഹിക്കുന്നതാണ്, മറ്റേയാൾ ഒരുപാട് സംസാരിക്കുന്നതാണ്. വളരെ താഴത്ത തരത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നു. മൗനമായിരിക്കുന്നതെന്നൊരു വാചകം ഈ വാക്യത്തിലുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് നോക്കും. ഞാൻ വെറുതെ ഇരിക്കുന്നു, മൗനമായിരിക്കുന്നു മാത്രമല്ല, എൻ്റെ ഉള്ളം അപ്പം തന്നെ അത് ഫിസിക്കൽ ലെവലിന് അകത്തോട്ട് പോയി. എൻ്റെ ഉള്ളം ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, ദൈവത്തെ നോക്കി. അതില്ലെങ്കിൽ മൗനമായിരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാകുകയില്ല, അർത്ഥവുമില്ലായിരിക്കും. ദൈവത്തെ നോക്കി മൗനമാണ്. ശരിക്കും അറിയാം, ഇരിക്കുന്ന ഇരിപ്പ് ഇതുപോലെ അല്ലേ, ദൈവത്തെ നോക്കി മൗനമായിട്ടിരിക്കും. വാർത്ത ഒരുപാട് സംസാരിക്കുന്നത് വളരെ പ്രയോജനമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അർത്ഥ ചെയ്തതോ പറഞ്ഞതോ ഒന്നും അർത്ഥശൂന്യമല്ല. പക്ഷെ അത് ഒരുപാട് ശാന്തതയില്ലായ്മയുണ്ട്. മറുഭാഗത്ത് ഒരൊറ്റ ഒറ്റ കാര്യത്തിൽ നോക്കി അതീവ ശാന്തയായി ഇരിക്കുന്നു. ഈ സന്യാസ പാരമ്പര്യത്തിൽ ഒന്നിച്ചു പോകുന്ന രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ശാന്തത, മറ്റൊരു മൗനം. ഇരട്ട പറഞ്ഞതുപോലെ അടുത്ത ബന്ധമുള്ളതും ഒരുമിച്ച് കഴിയുന്നതും ഒരുമിച്ച് വിശദീകരിക്കപ്പെടുന്നതുമായ രണ്ട് പദങ്ങളാണ് ശാന്തത എന്നതും മൗനമെന്നും. ഇത് രണ്ടും ഒന്നല്ല. മൗനം എന്നാൽ സെസേഷൻ ഓഫ് വേർഡ്സ് എന്നാണ് അതിൻ്റെ സാമാന്യ വാക്കുകൾക്ക് അറുതി വരുത്തുക. എന്നാൽ യഥാർത്ഥത്തിൽ മൗനം ആ ഒരു നിലയിൽ നിന്നാൽ മൗനമാവുകയില്ല. അത് ഉള്ളിലേക്ക് സംക്രമിക്കുന്നതാകുമ്പോഴേ മൗനമാകുകയുള്ളൂ. മുനി എന്നാൽ സംസാരിക്കാത്ത ആളെന്ന് മാത്രമല്ല, മുനിയുടെ മുഴുവൻ ആന്തരിക ശ്രദ്ധയും അന്തർഭാഗം ജാഗ്രതയാകുമ്പോൾ ബാഹ്യമായത് തനിയെ അടങ്ങിക്കൊള്ളും എന്നാണ് ശാന്തം. അകം ശാന്തമാകുമ്പോൾ പുറം വലിയ ബുദ്ധിമുട്ട് കൂടാതെ ശാന്തമായിക്കൊള്ളും. നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, അതിന് അത് ജീവിച്ചിരുന്ന കാലത്തൊക്കെ ശരീരത്തിലിരിക്കുന്ന കാലത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെന്നൊക്കെ പറയുന്നതൊക്കെ സംസാരമാണ്. കൂടി വരുന്ന ആളുകളോട് സംസാരിക്കുക, അല്ലാതെ നമ്മുടെ ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രസംഗമില്ല. ആളുകൾ വരുന്നു പോകുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെ ലളിതമായി വലിയ ഭൂമിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഈശ്വരൻ്റെ പിതൃവാത്സല്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവിടെയും എല്ലാ ദിവസവും ഈ പറഞ്ഞ ഒന്നുണ്ടായിരുന്നു, ഈ ശാന്തതയും മൗനവും. അത് അദ്ദേഹം സ്വയം സ്വീകരിച്ചിരുന്നു. ശിഷ്യന്മാർക്ക് അത് ഏറെക്കുറെ ഗ്രഹിക്കാനായി കാണും. രാവിലെയോ വൈകിട്ടോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നല്ലോ.
എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷം ആരോടാണ് സംസാരിക്കുക? വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ ഈ പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാരോട് സംസാരിക്കും, അല്ലാത്തപ്പോൾ ആരോട് ഇങ്ങനെ സംസാരിക്കും? പരിശുദ്ധ തൃത്വത്തിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇവിടെയും. അവിടുത്തെ മൗനം അത് അർത്ഥഗർഭം എന്നൊക്കെ നമ്മൾ പറയും, ജീവനുള്ള മൗനമാണ്. അതിനകത്ത് സംസാരമാണ്. മോസസ് മലയിൽ കയറി മൗനവും ശാന്തതയും, അവിടെ വേറൊന്നുമില്ല, ഇരുമുഴക്കെല്ലാം കഴിഞ്ഞു. ആ ശാന്തതയിൽ സംസാരവും നമ്മൾ അറിയുന്ന രീതിയിലുള്ള സംസാരമല്ല. ഓരോ ശബ്ദം കേട്ടോ എഴുതി കൊടുത്താന്നതൊക്കെ അങ്ങോട്ട് സയൻറ്റിഫിക്കായിട്ടൊന്നും വിശകലനം ചെയ്യാൻ നമ്മളെക്കൊണ്ട് നോക്കിയാൽ മനസ്സിലാകത്തില്ല. പക്ഷെ അവിടെ അതീവ മൗനത്തിനകത്ത് അവാച്യമായ വാചകങ്ങൾ, ഇരുളിൻ്റെ ഉള്ളിൽ വാചാലമായ വെളിച്ചം പോലും സംസാരിക്കും. മോശക്കാദ്യം കിട്ടിയത് അതാണ് എക്സ്പീരിയൻസ്, സംസാരിക്കുന്ന പ്രകാശം. അപ്പൊ അതെന്തോ ഒരു അതീന്ദ്രിയ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. മറിയാം യേശുവിൻ്റെ പാദത്തിങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ പറയുന്നത് കേൾക്കുന്നു, വേറൊന്നും അറിയുന്നില്ല. സഹോദരി വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു കേൾക്കുമെന്ന് കേട്ടോന്നറിയാം. സോ എൻഗ്രോസ്ഡ്, അതിനകത്ത് ഇങ്ങനെ മുഴുവൻ ശ്രദ്ധയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു പോയിന്റിലാണ്. യേശുക്രിസ്തുവിൻ്റെ മുഖം, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു എന്നൊക്കെ, നിന്റെ മുഖം എനിക്ക് മറക്കരുത് എന്നൊക്കെ പറയുന്ന സങ്കീർത്തനമുണ്ട്. നിന്റെ മുഖം ഞാൻ അന്വേഷിക്കുന്നത് നിന്റെ ഒരുതരം മാനുഷികമായ നിർവചനമാണ് അറിയാതെ. മറുവശത്ത് വളരെ പ്രയോജനകരവും ഹൗസ് ഹോൾഡ് വർക്ക്സ് എന്ന് പറയുന്ന അത് എന്തെങ്കിലും ഓതും, അത് ചെയ്യുന്നയാളിനെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ യേശു ക്രിസ്തു ചെയ്യുന്നത്. രണ്ടിനും അദ്ദേഹം പ്രത്യേകം ഡെഫിനിഷൻ തന്നു. നല്ല ഭാഗം മറ്റേതും ഭാഗമാണ്, ഇതും ഭാഗമാണ്. അപ്പം നല്ല ഭാഗം തെരഞ്ഞെടുക്കാൻ നമുക്ക് ക്ലെയിം ചെയ്യേണ്ടതാണ്, ക്ലെയിം ചെയ്യാനാകുമോ? ഇങ്ങനെ ഈ സൈലൻസ് എന്ന് പറയും മൗനവും ചേർത്ത് തെരഞ്ഞെടുത്തതാണ്, നല്ല ഭാഗം തെരഞ്ഞെടുത്തതാണെന്ന് പറയുന്ന സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ അത് തുടർന്ന് മുഴുവൻ വായിച്ചാൽ അറിയാം, 2-3 ഭാഗത്ത് ഇത് ആവർത്തിക്കുകയും അതിന് തടസ്സമുണ്ടാകാവുന്നത് എന്താണ് എന്ന് പറയുന്നു. ഞാൻ എൻ്റെ വ്യാഖ്യാനം പറയുന്നത്, ചാഞ്ഞ മതിലും ആടുന്ന വേലിയും നമ്മൾ നടന്നു പോകുന്നത് മതിലിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ എപ്പോഴും ആരോ വിലയിലാണ് വീഴുന്നത്. വേലി ഉറപ്പുള്ളതായിരിക്കും, ഇവിടെ നമ്മൾ കിടക്കാനല്ല, അവർ ഇങ്ങോട്ട് കിടക്കാൻ, അത് ആടുന്നതായ വേലിയുടെ അർത്ഥവും പോലും പ്രയോജനമുണ്ട്. ചാഞ്ഞ മതിലും ആടുന്ന വേലി. അപ്പം സംസാരത്തിനും ശാന്തതയ്ക്കും തടസ്സമുണ്ടാക്കുന്ന ആളുകളുണ്ടാകും, സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാക്കി. ഭക്ഷണ കാര്യത്തിൽ അധികം ഡോക്ടർമാരും എഗ്രി ചെയ്യുന്നതാണ്, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും ഡേഞ്ചറസ്. അതൊരു ഭൗതിക കാര്യമാണ്. ഏറ്റവും രുചികരമായത് ഏറ്റവും അപകടമാണ്. ചിലപ്പോൾ നമുക്ക് ഈ അബദ്ധങ്ങൾ ഉണ്ടാകാം. സംഭാഷണങ്ങളാകട്ടെ, വ്യക്തിബന്ധങ്ങളുടെ കൂർമ്മതയാകട്ടെ, ചിലതിലൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ ചാഞ്ഞു പോകും. ഒഴിവാക്കാൻ ആഗ്രഹിക്കാതെ തോന്നും. അതൊക്കെയാണ് ഒരുപാട് അപകടങ്ങൾ ധരിച്ചില്ല. ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് എത്രത്തോളം ആക്രമിക്കും എന്ന് വ്യാഖ്യാനം പറയാനല്ല. ഇങ്ങനെ മനുഷ്യനെ ശാന്തനാക്കി വെക്കുന്നതിന് തടസ്സമുണ്ടാക്കാവുന്ന ഒരു കാര്യം, മറ്റൊരാളിന് എതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നതാണ് വിഷയം. ഒരു മനുഷ്യനെ കൊല്ലാൻ എത്രത്തോളം ആക്രമിക്കും, അവൻ്റെ പദവിയിൽ തള്ളിയിടാനല്ലേ നിരൂപിക്കും. പോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായു കൊണ്ട് അനുഗ്രഹിക്കുന്നു, വളരെ കൊണ്ട് ശബ്ദിക്കുന്നു. തുടർന്നുള്ളത് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയുന്നു. ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കും. എൻ്റെ ഉള്ളമേ, അതൊരു കമാൻഡാണ്, ഇൻസ്ട്രക്ഷൻ. ദൈവത്തെ നോക്കി മൗനമായി. ഈ ശീലം
ഏതാണ്ട് മിക്കവാറുമൊക്കെ അസ്തമിച്ച മാറ്റാണ് പുസ്തകത്തിലെ ഉള്ളിൽ. ഇത് വളരെ കാര്യമായി ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ മെഡിറ്റേഷനൊന്നും അരമണിക്കൂർ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തും. ഈ ഒരു സംഭവം വളരെ കുറവാണ്. ദൈവത്തെ മാത്രം നോക്കി അവിടെ ശാന്തതയിൽ സംസാരവുമില്ല, മറ്റ് കാര്യങ്ങളൊന്നും മനസ്സിൽ കയറി വരാൻ അനുവദിക്കുന്നില്ല, ഉള്ളതിനെ പുറത്താകുന്നു. ആരോടും ഒന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ എല്ലാം നീക്കി പ്രാർത്ഥനയിൽ അവിടെ ശൂന്യതയാണോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. മുഴുവൻ കാര്യങ്ങളും മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട് ഇങ്ങനെ ഇപ്പോൾ കേട്ട പോലെ പരിശീലനം, അങ്ങനെ പരിശീലിക്കാവുന്ന കാര്യമാണ്. മനസ്സിൽ നിന്ന് ഇത് വേണ്ട അത് വേണ്ട ഓരോന്നിങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ ശൂന്യത ഉണ്ടാകുമോ? ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥനയും നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അവിടെ എന്തോ ഒരു വലിയ വെളിച്ചം ഉണ്ടാകാം. ഞാനൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ എന്നോട്. നമുക്ക് യേശുക്രിസ്തുവിനെ പരിചയമുണ്ടോ? ഉണ്ടെന്ന് ചിന്തിക്കുകയോ ഭാവിക്കുകയോ ആകാം. പരിചയമുണ്ട്. പിന്നെ ഇതുമാത്രം പിന്നെ ഒരു ഡോക്ടർ പോകണ്ട, അവിടെ കാലുമില്ല. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടു. ക്രിസോസ്റ്റം തിരുമേനി ഒന്നിച്ച് യാത്ര ചെയ്തൊരു കഥവുണ്ട്. ഇരിക്കുന്നുണ്ട്, എന്തോ രോഗകാര്യം പറഞ്ഞു. തിരുമേനി അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ രണ്ടു ഡോക്ടേഴ്സ് കോൺഫറൻസിൽ. അപ്പോൾ തിരുമേനി ചോദിച്ചു, ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഇത്. പിന്നെ എനിക്കറിയത്തില്ല, ഡോക്ടർക്ക് അറിയാതെ. പിന്നെ സാധാരണ മധ്യകാരുടെ ഭാഷയിൽ പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ കഴിയുമ്പോഴും പറഞ്ഞു പിന്നെ എനിക്കറിയത്തില്ല. വയസ്സോയി കഴിഞ്ഞ തിരുമേനി പറഞ്ഞു ഇപ്പം അറിയത്തില്ല, പിന്നെ അറിയാമെന്നാണ് പറയുന്നത്. പിന്നെ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം, നമുക്ക് യേശുക്രിസ്തുവിനെ പരിചയം. എല്ലാ വ്യവഹാരമായിട്ട് പരിചയപ്പെട്ടതാണ്. ഒരു പിടിയെ കിട്ടത്തില്ല. ചിലത് ആസ്വദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് പ്രസംഗിക്കുക, പറയുക, ഒത്തിരി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുക. മിക്കവാറും നമുക്ക് മറുപടി പറയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അദ്ദേഹത്തിന് നടുവഴിയിൽ പെരുവഴിയിലേക്കുണ്ടായ ഒരു അഭൗമമായ അനുഭവം കുടിച്ചെന്ന് പറയുന്നു. ചുറ്റും താഴെ വീഴുന്നു. പിന്നെ കണ്ണ് കാണാൻ വയ്യാതാണ്. അവിടെ കണ്ണ് കാണാനാകുന്നത് നല്ലതാണ്, കാരണം കണ്ണടച്ചിരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല, അതുവരെ കണ്ടതൊന്നും കാണുന്നില്ല. 3 ദിവസം കണ്ണടച്ചിരിക്കുകയാണ്. 3 ദിവസം ഒന്നും കാണാതിരിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് പിന്നീട് നടന്നപ്പോഴല്ല, പിന്നീട് അതിനെക്കുറിച്ച് 22-ാം അധ്യായത്തിൽ പറയുന്നത് 18-ാം വാക്യത്തിൽ ഞാൻ യെരുശലേമിൽ പോയി ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഒരു വിവശതയിൽ ഞാൻ അവനെ കണ്ടു. ട്രാൻസ് എക്സ്പീരിയൻസ് 22:18 അങ്ങനെ പറയും. ഇൻ എ ട്രാൻസ് ഐ സോ ജീസസ്. ഞാൻ അവനെ കണ്ടു. സ്വപ്നം കണ്ടതല്ല, ഞാൻ അവനെ കണ്ടു ഉറപ്പിച്ചാണ് പറയുന്നത്. എന്നോട് ഈ 2-3 ദിവസം ഞാൻ പള്ളിയിൽ പോയി. എവിടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏറെപ്പെട്ട ഞാൻ ഈ ചോദ്യം അവിടെ ചോദിച്ചു. ഈ വാക്യം വായിക്കുന്നത് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ നോക്കും. കഴിഞ്ഞ പ്രാവശ്യം ആമ്പാടി തേരായിലെ ജൂബിലി സംബന്ധിച്ച് സന്യാസി വന്നപ്പോൾ ഏതോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈശ്വരനെ കാണാൻ ഓർക്കണം. അത് ആരുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടേ ഓർക്കാൻ. സ്വാമിയോട് ചോദിച്ച് ഈശ്വരനെ കാണാൻ പോകും. വളരെ കൂളായിട്ട് സ്വാമി പറയുന്നതാണ് യെസ്. പിന്നെ വിശദീകരിച്ചു എന്ന മനുഷ്യരുടെ മനസ്സ് മറ്റെല്ലാം ഇറങ്ങി സംശുദ്ധമായി പൂർണ്ണമായി തീരുമോ
അന്ന് ഈശ്വരനെ കാണാം എന്ന് പറഞ്ഞു. സെയിന്റ് പോൾ പറയുന്നു, ഒരു വിവശതയിൽ ഞാൻ അവനെ കണ്ടു. അത് യഥാർത്ഥമാണ്. സ്വാമിജി പറഞ്ഞത് എത്ര വാസ്തവമാണെന്ന് നമുക്ക് തോന്നട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാതെ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം വഴി എന്തെല്ലാം കാര്യങ്ങളായി ഇരച്ച് കഴിഞ്ഞ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരും. ഒരു 5 മിനിറ്റ് നേരത്തെ ഇതിനെ ഒന്ന് പുറത്താക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് എക്സസൈസാണ്. വേണ്ട, ഭയം വേണ്ട, പരിഹാസം അത് പുറത്ത് വിട്ടേ, നഷ്ടബോധം അത് പുറത്തോട്ട് പോട്ടെ, മരണഭീതി, അസുഖം അത് പുറത്തോട്ട് പോട്ടെ, നിശ്ചലം നിശൂന്യമെല്ലാം എന്ന രീതിയിൽ ഉള്ളം വരുത്താൻ നമുക്ക് ട്രെയിൻ ചെയ്യും. അവിടെ അത് ശൂന്യതയല്ല, അവിടെ ഒരു വെളിച്ചമുണ്ട്. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു, ഇത് ഞാൻ ചോദിച്ചു പള്ളിയിൽ, നമുക്ക് കർത്താവിനെ കാണാൻ നോക്കും. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, അനുഭവമുണ്ട്, കണ്ടിട്ടില്ല, ഒത്തിരി അനുഭവമുണ്ട്, സത്യമായിട്ട് ഒരുപാട് അനുഭവമുണ്ട്. നമുക്കെല്ലാം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാകുന്നു. നമുക്ക് തോന്നുന്ന ഇതൊരു ഇടപെടലാണല്ലോ, ഇൻ്റർവെൻഷനാണല്ലോ ദൈവത്തിൻ്റെ എന്ന് തോന്നാണെന്ന് 1000 കാര്യം നമുക്ക് പറയാം. ഒരു നേരിട്ട് കണ്ടിട്ട് അപ്പോൾ ഒരാളിതെല്ലാം കഴിഞ്ഞ് എടുത്തു കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണേ, എനിക്കൊരു കാര്യം പറയാനില്ല, ഞാൻ പലതാണ് കണ്ടു. അവിടെ എല്ലാം വന്നപ്പോൾ ഞാനിങ്ങനെ അപ്പച്ചാരൊരു കാലയിൽ ചെന്ന് വീഴാന്ന് പിന്നെ കണ്ടു. ഞാൻ ശാന്തമായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, സന്യാസിയൊന്നുമല്ല, കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. എന്നെ അധികം അത്ഭുതപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നിത്യജൈവന്റെ എഴുതി പറഞ്ഞ് നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. ഒരു ഹിന്ദു നിത്യജൈവന്റെ എഴുതി മരിച്ചുപോയി. അത് തിരുവനന്തപുരത്ത് വെച്ച് ക്ലാരിറ്റി കോൺഫറൻസിൽ അവിടുത്തെ ജന്മാരുടെ ഇക്യുമെനിക്കൽ മീറ്റിംഗിൽ തിരുവനന്തപുരം ദിവസം പ്രസംഗിക്കാം സാക്ഷ്യം പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം മഴയത്ത് നനഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ പടം ചൂടുകാലത്ത് വെള്ളം പുറത്തോട്ട് ഒഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ പേടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടുകൊണ്ടിട്ട് കേട്ടവരൊക്കെ അത് ഞെട്ടി. ഞാൻ ചോദിച്ചത് എന്നോട് വെറുതെയാണ്. നമുക്ക് യേശു ക്രിസ്തുവിനെ പരിചയമില്ലെങ്കിൽ അതിന് വിഘാതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നടിച്ചത് കൊണ്ടൊന്നും ആകില്ല. എന്താ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം? സന്യാസത്തിലെ അച്ചടക്കം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ലെന്നും ഇത് മീൻസ് ടു ആൻ എൻഡ്. നമ്മൾ യാത്ര ചെയ്തു പോവുകയല്ലേ. ആഭാപന നമസ്കാരത്തിൽ ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ഉണ്ട്, നിന്നോടുകൂടെ നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അടുത്തേക്ക് യാത്ര ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഉദ്യോഗം. യേശുക്രിസ്തുവിനോട് പറയുന്നു, നിന്നോടുകൂടെ നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അടുത്തേക്ക് യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾ അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ച് അത് ആ പരിചരണ പ്രാർത്ഥന മുമ്പൊക്കെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ബോധിക്കുന്നുണ്ട്, എല്ലാത്തിലും 10% കൊടുക്കുന്നുണ്ട്, പിന്നെ ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലെയിമാണ്, ഇതൊന്നും മോശമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ദോസ് ഹാസ് എ മീൻസ്. അതിൻ്റെ എൻ്റെ നിന്നോടുകൂടെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അടുത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. ഇത്രയും പശ്ചാത്തലം പറഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനം പിന്നെ 10-ാം വാക്യം, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വയ്ക്കരുത്, ബലം, ഇങ്ങനെ 4-5 കാര്യങ്ങളുണ്ട്. പീഡിപ്പിക്കാൻ ഞാൻ ഹിറ്റ്ലർ ടൈപ്പാണ്, എന്നെ അടിച്ചിരിപ്പിക്കണം. അതാണ് പീഡിപ്പിക്കാനുള്ള ധൈര്യവും അധികാരവും. കവർച്ചയിൽ എന്ത് നേടാനാവും, മനസ്സ് വയ്ക്കരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അത് മനസ്സ് വയ്ക്കും. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യം. ഈ സൈലൻസിനെയും ശാന്തതയും ഹനിച്ചു കളയുന്നതാണ് ഈ പറഞ്ഞതില്ല. സമ്പത്ത് എന്ന് പറയുന്നതുകൊണ്ട് കുറേ ചേറിയും കുറഞ്ഞ പേർക്ക് സമ്പത്ത്, പക്ഷെ അത് വർദ്ധിപ്പിക്കാൻ
അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ന് വളരെ കൂടുതലാണ് സന്യാസ ഭവനങ്ങളിൽ, ലോകത്തിലേക്കായി നല്ല രാജ്യങ്ങൾ. ഇതൊക്കെ ഒത്തിരി ആന്തരിക ശാന്തത, സൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല, അത് അതിൽ തന്നെ പൂർണ്ണതയാണെന്ന് പറഞ്ഞു. ഇതിനൊരു ലക്ഷ്യമുണ്ടല്ലോ, ഇതില്ലാതെ ഒരിഞ്ച് മുമ്പോട്ട് പോകാറുണ്ട്. മൗനവും ശാന്തതയും ഇത് കുറച്ചെങ്കിലും ഇല്ലാതെ ഒരു പടി പോലും മുമ്പോട്ട് പോകുക. അത് കേവലം ബോധ്യപ്പെടുത്തേണ്ടത് ഈശ്വരനെ തന്നെയാണ്, പരസ്പരമോ അവരവരെ ഒന്നുമല്ല. ഇതിൻ്റെ അനിവാര്യത അറിയണമെന്ന് ആദ്യകാല സന്യാസികളിൽ അവരതിനൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈലൻസ് എന്ന് പറയുന്നത്. ഇതിനകത്തില്ല, വളരെ പുസ്തകത്തിലൂടെ വായിക്കാം. അതിന് കൊടുത്തിരിക്കുന്ന പേര് പോർട്ടബിൾ സെൽ. സൈലൻസിന് കൊടുത്ത പേര് നടക്കാമെന്ന് പറയാം, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ പറയുന്നത്. സൈലൻസിന് കൊടുത്തിരിക്കുന്ന പേര് ഇറ്റ് ഈസ് എ പോർട്ടബിൾ സെൽ. സെല്ലിനകത്താണ് ജീവി. അപ്പോൾ എവിടെ പോയാലും സൈലൻസ് എന്നുള്ള സെല്ലിനകത്തിട്ടുണ്ടാകും. ഇറ്റ് ഈസ് എ പോർട്ടബിൾ സൈലൻസ് wherever we are, in whatever we are engaged in. പോർട്ടബിൾ സെൽ എന്ന് സയൻസിനെ വിളിക്കാൻ കാരണം ഇത് ഈ ആവരണമില്ലെങ്കിൽ വേലി പൊളിഞ്ഞ പട്ടണം പോലെയാണ്. ഈ വർഷത്തെ വിഷയത്തിൽ ഇതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി ശാന്തമായി. ഇപ്പോൾ പൗരസ്ത്യ സന്യാസിമാരിൽ ഈ ഹെസിക്കിയാസ് എന്നൊക്കെ പറയുന്നത് ശാന്തത ശീലിക്കുന്നത് അവരുടെ സ്വഭാവം. ഇത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഈ ശാന്തതയും മൗനവും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോയില്ല, അതിൽ പൂർണ്ണ മൗനമേ ഉള്ളൂ, ശാന്തതയേ ഉള്ളൂ. ആ ശാന്തതയിൽ സൂര്യനുണ്ട്, ആ ശാന്തതയിൽ പ്രകാശമുണ്ടാകും. ശ്രമിച്ചു നോക്കൂ, ഈ പറഞ്ഞത് ശീലിക്കുമെങ്കിൽ അവിടെ സൂര്യനില്ല. അതിനകത്ത് വിശുദ്ധ തത്വത്തിലെ മൗനം, വിശുദ്ധ തത്വത്തിലെ സംവാദം എന്നൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെ. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയുന്നു. ഭാഷണവുമില്ല, വാക്കുകളുമില്ല, ശബ്ദം കേൾക്കാനുമില്ല, മറ്റൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ ഒരുപാട് അവ്യവസ്ഥിതിയും വ്യക്തിബന്ധങ്ങൾ തകരുന്നതും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെ മുമ്പിൽ ഗൂഢമായോ തെളിഞ്ഞോ ഓടുന്നതിൻ്റെയും ഈ രണ്ട് സാധനങ്ങൾ തോറ്റ് വീണ്ടാക്കാണ്. അകത്തൊരു പ്രളയമാണുള്ളിൽ, എന്തൊക്കെയോ കാര്യങ്ങളുടെ പ്രവാഹമാണ് കടന്നെടുത്താനാവാത്ത പോലെ. അതിൽ ലൗകികത കാണാം, ശരീരാകർഷണം കാണാം, മറ്റൊരുത്തരെ കൊച്ചാക്കുന്ന കാര്യമാകാം, എങ്ങനെ കിട്ടിയ അധികാരം നിലനിർത്തുമെന്നാകാം, മറ്റുള്ളവരെ എല്ലാം ശരിപ്പെടുത്തുന്നുണ്ടാകും. ഇത്തരം കോലാഹലങ്ങൾ ഉള്ളിൽ നടക്കെ എന്ത് പൂർണ്ണതയാണ് ഉണ്ടാകാൻ നോക്കുക. യേശുക്രിസ്തു ശരീരത്തിലിരിക്കെ പല സന്ദർഭങ്ങൾ ഇൻസെൻസ് ചിന്തിച്ചോടും ഒരക്ഷരം വേണ്ടിയില്ല. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കും. ചില കടി കഴിക്കുമ്പോൾ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞു, പിന്നെ എന്തിനെന്നെ കണ്ടുന്നു. അടുത്ത് പോയിട്ട് സമാനം നിന്നിട്ട് എത്രയോ കല്ലറിയാൻ വന്നിട്ട് ഇവരെല്ലാം നിങ്ങൾക്ക് ആഘോഷിച്ചിട്ട് ഇന്നത്തെ ഭാഷയിൽ ആഘോഷിക്കുന്നു. കുറ്റക്കാരൊക്കെ എന്നെ പോയിക്കോട്ടെ, പ്രതികൾ ആഘോഷിക്കുന്നിടത്ത് എന്തേ ഇല്ലാത്തത്. അവസാനം ഒരു വിധി പ്രസ്താവനയിലൂടെ വിളിച്ചു. സന്യാസിമാരുടെ കഥയിൽ കുറേ ഗസ്റ്റ് സന്യാസിമാർ വേറൊരു സംഘത്തിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ ഒരാളോട് പറഞ്ഞു, ഈ ഇവരെ എല്ലാം ശുശ്രൂഷിക്കണം, ഒരക്ഷരമില്ലേക്ക് അവർ പോകുന്നതായി. അപ്പോൾ ഇദ്ദേഹത്തെ അവർ ശുശ്രൂഷിച്ചപ്പോൾ കൊണ്ട് രണ്ടാഴ്ച അവർ താമസിക്കാറ്. ഈ പുള്ളി മുണ്ടപ്പോയില്ല, അതായത് കഴിക്കുന്നു, ഒന്നും കഴിക്കാൻ പാടില്ല, ട്രെയിനിങ് ചെയ്തില്ല, ഒന്നും കഴിക്കാൻ പാടില്ല, വിടാനും പാടില്ല. രണ്ടാഴ്ച കൊണ്ട് കളഞ്ഞു. എൻ്റെ ബോധനം ചോദിച്ചാൽ ഈ പുള്ളി എന്താ മിണ്ടാറ്, ഒന്നും കഴിക്കുന്നില്ല, മിണ്ടുന്നില്ല. അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, നീ എന്താ മിണ്ടാറ്, മിണ്ട്.
അത് വളരെ കർശനമാണ്, കൂടിപ്പോയി എക്സ്ട്രീമാണെന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ കുറേ ഈ കാർക്കശ്യം പരിശീലന കാലത്ത് പല സന്യാസ പാരമ്പര്യത്തിന് കാണണം. ഹിന്ദു പാരമ്പര്യത്തിലുണ്ട്. മുമ്പേ പറഞ്ഞ സന്യാസിമാരുടെ കാര്യത്തിൽ നടരാജൊരു എന്റെ പുള്ളിക്ക് വെക്കാമിയാരുടെ വാഴകളോട് കളിയാണ്. ഒത്തിരി എന്ന് പറയും, ഒരുപാട് വഴക്കൊക്കെ പറയും. ഒരിക്കലും 7 അടി അടിച്ചിരിക്കും ഗുരുപ്രസാദിന്റെ ചെള്ളയ്ക്ക്. വേറാനുള്ള ദേശമാണ്. ദേശം എന്ന് പറഞ്ഞാൽ അജന്റീനയുടെ 2 പരിപാടി വഴക്ക് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്ന ജീപ്പിളി ഉണ്ടാകുന്ന വീട്ടിൽ 7 അടി അടിച്ചു. പിറ്റേതൊക്കെ പറഞ്ഞു, ഞാൻ തനിക്ക് എന്തിനാ എനിക്കതിനെ അറിയാതെ നമ്മുടെ കയ്യെ കിടന്ന് വാങ്ങിച്ചടിച്ചു പ്രസാദിന്റെ കയ്യെ കെട്ടിയെന്നാണ് എഴുതി വെച്ചു. ഇതെല്ലാം വളരെ അതുകൊണ്ടാണ് ഈ പ്രസാദിന് പണക്കമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് ഗുരുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നത്. 1-2 നമ്മൾ വാങ്ങി, 3ാമത്തെ വന്ന വീട്ടിൽ ഗുരുവിന്റെ കയ്യിൽ നിന്ന് പ്രഹരം ഏൽക്കുന്നത് അനുഗ്രഹമാണെന്ന് ശിഷ്യർ കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അധികവും മൗനമാണ്. മൗനം കൊണ്ട് വേണം ഉള്ളിലെ ഒരു ശാന്തത. ഉള്ളിലെ ശാന്തതയ്ക്കാണ് ക്ഷാമം. ഒരിക്കലും ഉണ്ടാവില്ല. ചെറുപ്പോഴും ഓർമ്മ കാര്യങ്ങളുണ്ട്, ചെറുപ്പം ഉണ്ടായിരിക്കുന്ന ഇടയ്ക്ക് പോയിട്ട് പറഞ്ഞാൽ ഉള്ളിലെ ശാന്തത ഉണ്ടാകും. അവിടായി പ്രശ്നങ്ങൾ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൻ്റെ പ്രമേയവും ആത്മാവുമാണ് അകത്തെ ശാന്തത, ഇന്റേണൽ സ്റ്റിൽനെസ് എന്നായിരുന്നു സന്യാസവാദത്തിലേക്ക്. സൈലൻസും സ്റ്റിൽനെസ്സുമാണ് രസിക്കുക. അപ്പോൾ ഇത് നമ്മൾ പരിശീലിക്കെടുക്കാവുന്നതും അവശ്യം പരിശീലിക്കേണ്ടതുമാണെന്നാണ് ഈ വാക്യം തിരഞ്ഞെടുത്തത് സൂചന. ഇത് നമ്മൾ തനിയെ ശ്രമിച്ച് നോക്കുക. ഓരോന്നോരോന്ന് മനസ്സിൽ ചേർത്ത് വിട്ട് ഒത്തിരി കാര്യം മനസ്സിൽ ചോദിച്ചു. ആകുലം, ആശങ്ക, ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഭയം, മരണഭീതി, മറ്റൊരാൾ ചീത്ത പറഞ്ഞതിൻ്റെ ഓർമ്മകൾ, ചവിട്ടി താത്തതിനെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ, എന്തെല്ലാം ഉണ്ടാകും. ഇത് പതുക്കെ തള്ളി പുറത്താക്കാനാണ് മനസ്സിൽ നിന്ന്. ആർജിക്കാൻ ഒരു കുഴപ്പമില്ല, പാട്ട് പാടാനും കുഴപ്പമില്ല, ഇവിടെ എന്ത് ചെയ്യാം. പക്ഷേ ഈ ഒരു സംഭവം നടക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. മനസ്സിങ്ങനെ ഒരു ഏകദേശം തള്ളി എല്ലാത്തിനെ പുറത്താക്കി. യെരുശലേം ദേവാലയത്തിന് അടിക്ക് പുറത്താക്കിയിട്ടുണ്ട്. അവരെ ദേവാലയത്തിനകത്ത് കച്ചവടം നടത്താൻ പാടില്ല. പക്ഷേ കുറേ പേര് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. കുറേ പേര് അതിനെ കിട്ടുന്ന ക്രിസ്തു കൊണ്ട് ജീവിച്ചവരാണ് അവർ. അതിൻ്റെ വരുമാനം ദേവാലയത്തിനോ പുരോഹിതന്മാർക്കോ ആയിരുന്നില്ല. അടിക്ക് പുറത്താക്കിയില്ല. അവിടെ നിർദ്ദയമാണ് ആക്ഷൻ. കടക്കൂ പുറത്ത് എന്നൊരു ഭാഷാപ്രയോഗമുണ്ട് മലയാളത്തിൽ. കടക്കൂ പുറത്ത്. ഇത് കേൾക്കുന്നത് ഭാഗം ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം ഞാൻ ചോദ്യത്തിന് മറുപടി യേശുക്രിസ്തുവിന് പരിചയമുണ്ട്. പരിചയമായി വരുന്നു. കുറേശ്ശ ഒരു വെളിച്ചം പോലൊക്കെ തോന്നുന്നു. ബാക്കിയെല്ലാം അനുഭവങ്ങളാണ്. അപ്പോൾ ഇത് പരിശീലിക്കണം എന്നൊരു നല്ല ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഉദയാഘോഷത്തിനും കൂടെ ചേർന്ന് ഈ വാചകം 62-ാം സങ്കീർത്തനം. അതിൻ്റെ തനിയാവർത്തനങ്ങളൊക്കെ 62. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവരിൽ നിന്ന്. 16-ാം സങ്കീർത്തനം ഗുഡ് ന്യൂസ് ബൈബിളിൽ ചെറുപ്പക്കാർക്ക് കേൾക്കാൻ വലിയ താല്പര്യമാണ്. മൈ ഫ്യൂച്ചർ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഇംഗ്ലീഷ് പരിപാടിയിൽ ഒന്നുമില്ല, എല്ലാവരുടെ സ്പീഡൊന്നുമില്ല. ഗുഡ് ന്യൂസ് ബൈബിളിലെ മണ്ടൻ പരിഭാഷയിലുണ്ട്. വളരെ സിമ്പിൾ ട്രാൻസ്ലേഷൻ, ഫ്രീ ട്രാൻസ്ലേഷൻ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. അതാനുബന്ധമൊന്നുമില്ല. മൈ ഫ്യൂച്ചർ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. അവിടെ പിടിവിട്ടിട്ട് ശൂന്യാകാശത്തിൽ കൂടെ പോകുന്ന പോലെയാണ്. താഴെ വീഴുകയില്ല. ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ അന്തരീക്ഷത്തിൽ മേളിൽ നിന്ന് കെട്ടിയിട്ടുണ്ടോ, താഴെ നിന്ന് സപ്പോർട്ടുണ്ട്, 2 വീഴുന്നു. മുകളിൽ നിന്ന് കെട്ടി തൂക്കിയിട്ടുണ്ടോ, താഴെ സപ്പോർട്ട്. എങ്ങനെ നിൽക്കുന്നത്? നമ്മളതിനെ ക്രിയേഷൻ്റെ ആഹാരത്തെ കുറിച്ച് പിടിവിട്ട് പലതരം ഇങ്ങനെ പിടിച്ചിരിക്കുക. അതിൻ്റെ പിടിച്ച് കൊണ്ടുപോകുക. പിടിവിട്ടെങ്കിലേ സ്വാതന്ത്ര്യം അറിയിച്ച് അങ്ങനെ ക്ലീൻ 100%. നമുക്ക് സ്വതന്ത്രമായ മനസ്സുണ്ട്. മിക്കവാറും ഇല്ല. ഓരോന്നിൻ്റെയും അധീനതയിലാണ്. വാർത്തായെ പല കാര്യങ്ങൾ കുടിയേറിയിരിക്കുന്നു എൻ്റെ മനസ്സ്. വാർത്ത ചെയ്തതെല്ലാം നല്ലതാണ്. കാരണം വല്ലതും അകത്തോട്ട് പോകണമെങ്കിൽ വാർത്ത ജോലി ചെയ്യും. പിന്നെ മോശം എങ്ങനെ പറയണം? ഇപ്പോൾ പല നിശ്ചയത്തിലൂടെ പ്രശ്നമൊക്കെ താങ്കൾ. കാരണം അവർ
ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ട് കയറി പോകുന്നത്. വാർത്തായി ഒരുപാട് കാര്യങ്ങൾ ചെക്കേറിയിരിക്കുന്നു എൻ്റെ മനസ്സിൽ. അതിനെ ഇറക്കി വിടണം. പിന്നെ മര്യാദ കായനെ വാതുക്കൽ നിൽക്കുകയാണ്. അത് നിന്നെ ഇങ്ങനെ നോക്കിയോടില്ല, ഇനി അങ്ങോട്ട് നോക്കിയോടില്ല, അത് വീഴും. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടാൽ വീഴും. പാപം വാതുക്കൽ നിൽക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്റെ ആഗ്രഹം അതിൻ്റെ ആഗ്രഹം. അപ്പൊ ഈ ഒരു സ്ഥിതി മാറാതെ ആരും നല്ല മനുഷ്യരാകുകയില്ല, ഒട്ടും സന്യാസിയാകുക. ഈ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഈ വിഷയം. അകം ശാന്തമാക്കാൻ ഒരു വാചകം ഞാൻ വായിച്ചു. Having withdrawn from the palace to the solitary life, Abba Arsenius prayed and heard a voice saying to him, Arsenius, flee, ഓടിക്കോ, be silent, pray always, for these are the sources of sinlessness. പാപം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഫ്ലൈറ്റ് ഫ്രം ദ വേൾഡ് എന്നൊരു പ്രയോഗം ഉണ്ടായില്ല. പാഞ്ഞു പോകോ, നീ ഇപ്പം നിൽക്കുന്നത് നിന്റെ സ്ഥലമാണ്, ഈ ദേശം എൻ്റെ ഭൂമി, എല്ലാവരും പാടിയിട്ട് പിന്നെ ഇരിക്കുന്നത് എവിടെ? ആ ഭൂമി തന്നെ എൻ്റെ ദേശം, ഈ ഭൂമി എല്ലാം പറഞ്ഞിട്ട് ഉറങ്ങിയില്ല. പാഞ്ഞു പോകോ, ഇതല്ല നിന്റെ സ്ഥിതി. നിന്റെ മനസ്സ് ഇവിടെ നിൽക്കുക. ഫ്ലീ എന്ന് പറഞ്ഞാൽ അതിന് മരുഭൂമിയിലോട്ട് പോകണമെന്ന് അർത്ഥമില്ല. മുഴുവൻ മനസ്സ് ഫ്ലീ ചെയ്യണം. ആൾക്കൂട്ടത്തിന് നടുവിൽ യു ആർ നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ഫ്ലീ, ബി സൈലന്റ്, പ്രേ ഓൾവേസ്. അപ്പൊ തുടരെ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനയും പോരാനും ശ്രമിക്കാനും സാധനങ്ങളും ഇത് തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ അതൊരു ശീലമാകുന്ന മാത്രമല്ല, വേറെ ചിലതെല്ലാം വഴി മാറിയിട്ടില്ല. മനസ്സിൽ ഒന്നുകൂടെ മാറിയില്ല. Seriously, be silent, pray always, for these are the sources of sinlessness. പാപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിരിക്കും ഇത് എന്ന് പറയും. ഇത് പരിശീലിക്കണമേ എന്ന് സന്യാസ സഹോദരി സഹോദരന്മാരോട് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വാക്യം തരുന്നത്. Let us try to practice it. To be silent and still. Be still and know ആ stillness. അത് മനസ്സിൽ നമുക്ക് കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് പാട്ട് പാടാം, കുമ്പിടാം, ഒത്തിരി പാട്ട് പാടാം, ബാക്കി കൂടെ പാടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ സംഗതി കൂടെ ഒന്ന് പരിശീലിക്കാൻ നോക്കണം. മൗനവും സ്റ്റിൽനെസ്, അവിടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ഭാവവും സ്വഭാവവുമാണ് ഇത് രണ്ടും. പാപത്തിൽ നിന്ന് ഒഴിച്ചുവിടാൻ, കൈപിടിച്ച് മാറ്റാൻ പ്രാണിയുള്ളതാണ് ഇത്. വേറെ ഒരുപാട് നമ്മുടെ തുടക്കമായി പറയും. എൻ്റെ ഉള്ളം ദൈവത്തിന് പോകുന്നതായി ഇതിനൊക്കെ പൂക്കാലം